നവംബർ 9 ലോക ഉറുദു ദിനം. 1984 ബഹിരാകാശ സഞ്ചാരം നടത്തിവന്ന ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയോട് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ചോദിച്ചു, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഇന്ത്യ? രാകേഷ് ശർമ്മയുടെ മറുപടി പെട്ടെന്നായിരുന്നു, സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര. പ്രിയരെ, നവംബർ 9 സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന മനോഹരമായ ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന വിശ്വകവിയുടെ ജന്മദിനമാണ്. ഈ ദിനം താജ്മഹലിൻ്റെ സൗന്ദര്യവും അസലിൻ്റെ മാധുര്യവും ഇൻകുലാബിൻ്റെ വിപ്ലവീര്യവും ഒത്തുചേർന്ന ലോക ഉറുദു ഭാഷാ ദിനമായി ആഘോഷിക്കുന്നു. മാതൃഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണത്തിൽ 20ാം സ്ഥാനത്തുള്ള ഉറുദു ഭാഷ ഇന്ന് ലോക ഭാഷകളിൽ ചൈനീസ്, സ്പാനിഷ്, ഇംഗ്ലീഷ് ഭാഷകൾക്കു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയായി വളർന്നു പന്തലിച്ചിരിക്കുന്നു. വ്യാകരണത്തിലും അർത്ഥവ്യാപ്തിയിലും ശബ്ദത്തിലും ഹിന്ദി ഭാഷയുമായി ഏറെ സമയമുള്ള ഉറുദു ഭാഷ അന്തർദേശീയ നിലവാരം പുലർത്തുന്ന ഏക ഇന്ത്യൻ ഭാഷയാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതൃഭാഷ ഉറുദു ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് പ്രശസ്ത ഉറുദു കവിയായിരുന്നു. ബോളിവുഡ്, ഹിന്ദി സിനിമാ ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് മുഖ്യ കാരണം ഉറുദു ഭാഷയും സാഹിത്യവുമായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഗായകൻ മുഹമ്മദ് റാഫിയുടെ മാതൃഭാഷ ഉറുദു ആയിരുന്നു. ഇന്ത്യൻ സിനിമാ ലോകത്തിൻ്റെ വാനമ്പാടിയായ ലതാ മങ്കേഷ്കർ ഹിന്ദി സിനിമാ ഗാനങ്ങൾ ആലപിക്കുന്നതിനായി ഉറുദു ഭാഷ പഠിക്കുവാൻ നിർബന്ധിതയായി. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു ഉറുദു കവിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമായ ആലം ആറ ഉറുദുവിലായിരുന്നു. ഇന്ത്യ ഭരിച്ച മിക്ക മുഗൾ ചക്രവർത്തിമാരും നല്ല ഉറുദു കവികളായിരുന്നു. എന്തിനേറെ പറയുന്നു, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ഏറെ ഇഷ്ടപ്പെട്ടതും പഠിച്ചതുമായ ഭാഷ ഉറുദു ആയിരുന്നു. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്, ഇൻകുലാബ് സിദ്ദാം എന്നീ വിപ്ലവ മുദ്രാവാക്യങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചത് ഉറുദു ഭാഷയാണ്.